മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സീറ്റിൽ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ലീഗ് സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. മത്സരത്തിന് തയ്യാറാകാൻ ഹാരിസ് ബീരാന് നിർദ്ദേശം നൽകി. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചത്. അഷ്കർ അലിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഷ്കർ, ഈ ഹാരിസ് ബീരാനെ മത്സരിപ്പിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. എങ്ങനെയാണ് ലീഗ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എപ്പോഴാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം? ആര്യ, 2 ദിവസത്തിനകം തന്നെ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യ മുന്നണി യോഗശേഷം വിദേശത്തേക്ക് ദുബായിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ചേരും. യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. നേരത്തെ PM എസ്ലാം, അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാക്കളായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, PK ഫിറോസ് ഉൾപ്പെടെയുള്ള പേരുകളും അതുപോലെ തന്നെ ബാബ ഹാജി ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു. അവസാന ഘട്ടത്തിൽ PM എസ്ലാമിന്റെ പേരായിരുന്നു പാർട്ടിയിൽ മുൻതൂക്കം ലഭിച്ചിരുന്നത്. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥി ആക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ പാർട്ടിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നതും. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഹാരിസ് ബീരാൻ തന്നെ ഏകദേശം സ്ഥാനാർത്ഥി ആകും എന്നുള്ളൊരു ഉറപ്പിലേക്ക് പാർട്ടി കേന്ദ്രങ്ങളും എത്തിയിരിക്കുന്നത്. PM ഇസ്ലാമും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ ഹാരിസ് ബീരാനെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നെങ്കിലും ഒടുവിൽ ഹാരിസ് ബീരാന്റെ പേരിലേക്ക് തന്നെ ഇപ്പോൾ പാർട്ടി ഒറ്റ പേരിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വേഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി രേഖകൾ തയ്യാറാക്കാൻ ഇത്തരത്തിൽ ഹാരിസ് ബീരാന് പാർട്ടി ഔദ്യോഗികമായി തന്നെ നിർദ്ദേശം നൽകി എന്നാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ യൂത്ത് ലീഗിനടക്കം കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് യൂത്ത് ലീഗിന് നൽകണമെന്ന ആവശ്യം യൂത്ത് ലീഗ് ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യൂത്ത് ലീഗിനെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ 2 ആവശ്യങ്ങളും പരിഗണിക്കാൻ നേരത്തെ ലീഗ് നേതൃത്വം തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ ഘട്ടത്തിലെങ്കിലും തങ്ങൾക്കൊരു സീറ്റ് എന്നുള്ളതായിരുന്നു യൂത്ത് ലീഗിന്റെ നിലപാട്. ഈ കാര്യം ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെടുന്നതാണ് യൂത്ത് ലീഗിനെ അസ്വസ്ഥമാക്കുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ കമ്മിറ്റിയും ഒരുപോലെ തന്നെ ഇത്തരത്തിൽ പുതുമുഖത്തെയും അതുപോലെ തന്നെ യുവാക്കളെയും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാദിഖ് തങ്ങളെയും അതുപോലെ തന്നെ ലീഗ് നേതൃത്വത്തെയും സമീപിച്ചിരുന്നു. ഈ കാര്യം ലീഗ് നേതൃത്വം തന്നെ പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ യൂത്ത് ലീഗിന്റെ ഈ ആവശ്യങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്ന പേരിലേക്ക് ഇപ്പോൾ ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദേശീയ പാർട്ടി ദേശീയ പദവിയിലേക്കുള്ള മുന്നോട്ട് പോക്ക് എന്നുള്ളതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രധാനമായും ചുക്കാൻ പിടിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. ലീഗിന്റെ പല കേസുകളും CA വിഷയങ്ങളടക്കമുള്ള പല കേസുകളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതും ഹാരിസ് ബീരാൻ മുഖേനയാണ്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള അഭിഭാഷകരെ ബന്ധപ്പെടുത്തി ലീഗിന്റെ കേസുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് കൂടുതൽ പ്രസക്തിയേറുമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പേര് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ എതിർപ്പ് ഉന്നയിക്കുന്ന ഭാഗം പറയുന്നത് കീഴ്ത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു നേതാവല്ല ഹാരിസ് ബീരാൻ. മാത്രമല്ല കീഴ്ഘടകങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് വന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കുന്നതിൽ അതൃപ്തി യൂത്ത് ലീഗ് അടക്കമുള്ളവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2 ദിവസം ചെയ്ത മുസ്ലിം ലീഗിന്റെ നേതൃയോഗ ശേഷമായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ തന്നെയായിരിക്കും മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സീറ്റിലേക്ക് സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.